നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രീനിവാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ജയറാമുമായിട്ടുള്ള വിഷയത്തിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ ജയറാം എന്തൊരു മനുഷ്യനല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ശ്രീനിവാസനും ജയറാമും എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്ദേശം, അപരൻ, അപരനല്ല എന്താണ്, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, പിന്നെ ഒരുപാട് സിനിമകളിൽ, ഏതൊക്കെയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ശ്രീനിവാസൻ മരിച്ചു കിടക്കുമ്പോൾ ഈ ജയറാമിന് ഈ ചെന്നൈ, ഇവിടെ എടുത്ത് കിടക്കുന്ന ഈ ചെന്നൈയിൽ നിന്ന് ഒന്ന് വന്ന് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താ കഥ അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കണ്ട നടന്മാർ മുഴുവൻ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് സൂര്യ, പാർത്ഥിവനാണെങ്കിൽ ടിക്കറ്റില്ലായിട്ട് വേറെ ഏതൊക്കെയോ ടീമിൻ്റെ ടിക്കറ്റിലേക്കാണ് ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് ഇവിടെ വന്ന് എന്നൊക്കെ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അത് പോരാത്തതിന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ വന്ന് എത്തിപ്പെട്ട് ഈ ശ്രീനിവാസനെ കാണാൻ വേണ്ടി വന്ന്. അതുപോലെ മോഹൻലാലും മമ്മൂട്ടിക്ക് ഉള്ളതിന് അത്ര തിരക്കൊന്നും എന്തായാലും ഈ ചെറുകിട ജയറാമിനുണ്ടാകും. ഫീൽഡ് ഔട്ടായ മലയാള സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായ ജയറാമിന് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അന്നപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം പരിപാടിയായി പോയി. ജയറാം എന്ന് പറഞ്ഞ നടൻ, ഞാൻ ജയറാമിനെ പോലത്തെ ഒരു വ്യക്തിനെ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത്രയും വലിയൊരു തെണ്ടിത്തരം കാണിക്കുന്നത് ഞാൻ തീരെ വിചാരിച്ചില്ല. പോട്ടെ, ജയറാമിന് തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ജയറാമിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഏത് ഭാര്യ, നമ്മളെ ഈ പടം ഏത്, ആ സംശയരോഗിയായിട്ട് ശ്രീനിവാസനെ അഭിനയിക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയിൽ ശ്രീനിവാസൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ക്യാരക്ടർ ഈ പാർവതിയായിരുന്നു. ഈ രണ്ട് മക്കളുണ്ടല്ലോ ഇവർക്ക്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ വരാമല്ലോ, ഇവർക്ക് വരാമല്ലോ. അപ്പോൾ എന്തായാലും ശ്രീനിവാസനെ പോലെ ഒരു ലെജൻഡ് ആക്ടർ ഇവിടെ മരണപ്പെട്ടപ്പോൾ ആ വീട്ടിൽ ജയറാമിൻ്റെ ഫാമിലിയും വരാത്തത് വളരെ മോശം. മലയാളി എന്ന നിലയിൽ ഇനി ജയറാമിനോട് ഒരു വിധവുമില്ല. കാരണം ജയറാമിൻ്റെ സിനിമ തന്നെ ഇനി ഇറങ്ങിയാൽ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ള ഒരു ഇത് എനിക്കില്ല. കാരണം അത്രയും ചടച്ചുപോയി ജയറാം എന്ന് പറഞ്ഞ നടൻ അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്. ജയറാമിൻ്റെ സിനിമകളും ജയറാം എന്ന് പറഞ്ഞ നമ്മൾ ക്യാമറയിലൊക്കെ കാണുമ്പോൾ ജയറാം ഓരോ പുതിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, അമ്മേൻ്റെ മീറ്റിംഗ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ ജയറാമിൻ്റെ ആ വ്യക്തിത്വം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സ്നേഹമായിരുന്നു ജയറാമിനോട്. ആ സ്നേഹം കംപ്ലീറ്റ് പോയി. ജയറാം എന്ന് പറയുന്ന വ്യക്തിനോട് തന്നെ ചടച്ചുപോയി, വെറുത്തുപോയി. ജയറാം ഈ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചെറ്റത്തിലായി പോയി എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഓക്കെ.